മനസ്സ് വളരെ ശാന്തമാക്കി ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം വളരെ ശാന്തതയിലൂടെ കണ്ണടച്ച് ആലോചിച്ച് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ വിഘ്നേശ്വരനെ തിരഞ്ഞെടുത്ത ആൾക്കാരുടെ ലൈഫിൽ ഇപ്പോൾ വളരെ പ്രതിസന്ധി ഘട്ടം അവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടായിരിക്കാം. കൂടുതലും ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. പക്ഷെ എത്രയും പെട്ടെന്ന് അവരതിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള മാർഗ്ഗങ്ങൾ അവർക്ക് തെളിഞ്ഞു വരും. ഒരിക്കലും മനസ്സിനെ വിട്ടുകൊടുക്കരുത്. വേണ്ടാത്ത രീതിയിലുള്ള ചിന്തകളിലേക്കോ വേണ്ടാത്ത ആക്ടിവിറ്റീസിലേക്കോ ഒന്നും മനസ്സിനെ വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ആ പരിഗണനയോ അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പോ സഹായമോ ഒന്നും നിങ്ങൾക്ക് തിരികെ കിട്ടുന്നുണ്ടാവില്ല. അത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ടാവും. ഭഗവാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു പോം വഴി കണ്ടു നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ആ ഒരു ടെൻഷനിലിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഹാപ്പി ആവാൻ പറ്റില്ല, അതാണ് സത്യം. പക്ഷെ എന്നാലും നിങ്ങൾ ആ ഹോപ്പ് കൈവിടരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോൾ ആ ധൈര്യം, അത് എപ്പോൾ വേണമെങ്കിലും മാറിപ്പോകാനുള്ളൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ മറികടന്ന് വന്നാലാണ് നിങ്ങൾക്ക് നല്ലൊരു ആ ഒരു പോം വഴി ദൈവം നിങ്ങളുടെ കണ്ണിൽ കാണിച്ചു തരുള്ളൂ, നിങ്ങളുടെ മുന്നിൽ ഇട്ട് തരുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നിങ്ങളോട് പറയാൻ ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഭഗവാൻ നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ ഒരു ഘട്ടം കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നീട് സാധിക്കില്ല. നിങ്ങൾക്ക് പുതിയ മാർഗ്ഗങ്ങൾ തെളിഞ്ഞു വരും. നിങ്ങളുടെ ജീവിതം വീണ്ടും പഴയതുപോലെ ഹാപ്പിയാവും. സമാധാനത്തോടുള്ള ജീവിതം കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും തരിക. താങ്ക് യു. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ എന്താണ് സിറ്റുവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ അവർ ഇത്രയും കാലം കാത്തിരുന്നിട്ടുണ്ടാവും. ഒരു ജോബിൻ്റെ ഒരു കാര്യമാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേക്കൻസി കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപാട് അപ്ലിക്കേഷൻസൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഒരു ജോബെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കോളെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്രയും വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ ഒരുപാട് കോൾസ് വരിക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഒരുപാട് ഫൈനാൻഷ്യൽ ഗെയിൻ വരിക, അങ്ങനെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണം അങ്ങനെയുള്ളൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നല്ലൊരു വ്യക്തിയെ കാണിച്ചു തരണേന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങളൊരാളുമായിട്ട് ഇഷ്ടത്തിലായി കാണും. പക്ഷെ അതേ സമയം തന്നെ വീട്ടുകാരും ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് നല്ലൊരു കോഴ്സ് ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ എന്നല്ല, അതൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള കുറേ ചോയ്സസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ദൈവം ഇട്ടിരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സ് നല്ലോണം ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പറഞ്ഞാൽ ആ ഹാർട്ട് ചക്ര ഉദ്ദേശിക്കുക, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കി തരുമെന്നാണ് പറയുന്നത്. ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ മുഴുവൻ ട്രസ്റ്റും കൊടുക്കുക, വിശ്വാസം കൊടുക്കുക. നിങ്ങളതിൽ വിൻ ചെയ്യുന്ന ഉറപ്പിക്കുക. സ്നേഹത്തോടെ അന്ന് മനസ്സിന് സന്തോഷം നൽകുന്നത് എന്താണോ അത് ചൂസ് ചെയ്യുക. ഹൃദയപൂർവ്വം തന്നെ ചൂസ് ചെയ്യുക. അതാണ് ഇവിടെ രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് അതിൽ വിജയം ഉണ്ടാവും തീർച്ചയായിട്ടും. മൂന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്ത ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഭയങ്കര അവരുടെ ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും എനിക്ക് കാണാൻ പറ്റണത്. കാരണം അവരുടെ ബെസ്റ്റ് വേർഷനിലാണ് അവരിപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും പേഴ്സണലി അവരുടെ ഒരു ഓറ നോക്കുമ്പോൾ അവർ ഭയങ്കര ബെസ്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ചിലരിപ്പോൾ ഭയങ്കര കടബാധ്യതയിലാണെങ്കിലും ഞാനത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യും, അതിന് വേണ്ടിയുള്ള വർക്ക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം അവരുടെ ബെസ്റ്റിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. ഈവൻ സറൗണ്ടിങ്സിൽ ഫുള്ളും ചുറ്റുപാടും ഫുള്ളും വേഴ്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിൽ പോലും അവരുടെ ആ ഫുൾ പവർ ഇപ്പോഴായിരിക്കും അവർ ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുമുള്ളൊരു ഓറ അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം ബാക്കിയുള്ളവരെല്ലാവർക്കും ഭയങ്കര പോസിറ്റിവിറ്റി കൊടുക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ലക്ക് ഹാപ്പൻ ചെയ്യും. നിങ്ങൾ കഷ്ടപ്പാടിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് പേര് സഹായിക്കാൻ അറിയുന്നവർ അറിയാത്തവരൊക്കെ സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ്
നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് നല്ല വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഫൈനാൻഷ്യലി, കരിയറിൽ, ജോബിൽ, റിലേഷൻഷിപ്പിലെല്ലാം. ഇവിടെ ഒരു നോട്ട് എന്താ പറയാനുള്ളത്, ഒരു കോഷൻ നോട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഒന്നിലും എടുത്ത് ചാടരുത് ഈ ഒരു ടൈമിൽ. ഈവൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ ഓവർ കോൺഫിഡൻസ് നമ്മളെ ചിലപ്പോൾ അബദ്ധങ്ങളിൽ കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും ആ പോസിറ്റിവിറ്റിയിൽ, മീൻസ് നിങ്ങളുടെ ഇപ്പോൾ ഉള്ളൊരു എന്താ പറയുക, ആ ഒരു ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ എന്താ അതിന് കറക്റ്റായിട്ട് പറയാമെന്ന് എനിക്ക് ഒരു വേർഡ് എനിക്ക് കിട്ടണില്ല. ബട്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷനിലാണ് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. കോൺഫിഡൻസ് ആയിക്കോട്ടെ, ഓവർ കോൺഫിഡൻസ് വരാതെ നോക്കുക, എടുത്ത് ചാടാതെ ഇരിക്കുക. അത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നിങ്ങൾ എത്ര ബാഡ് സിറ്റുവേഷനിൽ പോയാലും നിങ്ങളത് തരണം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ വിജയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതേ ഒരു മൈൻഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വിജയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ വിജയം നിലനിർത്താൻ സാധിക്കും. അതാണ് കാണുന്നത്. ഈ 3 റീഡിങ്സിലും നിങ്ങൾക്കത് റെസണേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം മാക്സിമം ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ട അല്ലെങ്കിൽ കേൾക്കാൻ ക്ഷമ കാണിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക് യു സോ മച്ച്. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.